ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊയിലാണ്ടി ബൈപ്പാസിലാണ്. കൊയിലാണ്ടി ബൈപ്പാസിൽ നിന്ന് നന്ദി ഭാഗത്തു നിന്ന് തുടങ്ങി ചെങ്ങോട്ടുകാവ് വരെ മുഴുവനായിട്ട് റോട്ടിലൂടെ പോയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്, വൈകുന്നേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസ് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഒരു ഐഡിയ കിട്ടും. ഞാൻ എവിടെയും അങ്ങനെ മിസ്സാക്കിയിട്ടില്ല, ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് മിസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നന്ദി ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നന്ദി ഭാഗത്തേക്കൊക്കെ വരുന്ന ഈ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷെ സൈഡിലൊക്കെ നമുക്ക് കാണാം മണ്ണ് കൂട്ടിയിട്ട് ആ ഭാഗത്തൊക്കെ ഇനി ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ വരാനുണ്ട്. അതുപോലെ കുറെ ഭാഗങ്ങളൊക്കെ ലെവൽ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. സോയിൽ ലൈനിങ്ങിന്റെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തേക്ക് നോക്കാം, നമുക്ക് കണ്ടില്ല. ഈ ഭാഗത്തു നിന്നാണ്, ഈ കാണുന്ന കുന്ന് ഭാഗത്തു നിന്നാണ് മണ്ണിടിച്ച് ഇവിടേക്ക് ആവശ്യത്തിനുള്ള മണ്ണുകളൊക്കെ എടുക്കുന്നത്. മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ കുറഞ്ഞ ഭാഗത്താണ് ഇവിടെ മണ്ണ് കിട്ടുന്നത് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറ്റിപ്പോയത്. ബഗാഡിന്റെ വർക്കിന് കുറച്ച് സ്ലോ വന്ന് മറ്റുള്ള വടകര ഭാഗത്തേക്കൊക്കെ മണ്ണിന്റെ ലഭ്യത വളരെ കുറവായതുകൊണ്ടാണെന്ന് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ നന്ദി ഭാഗത്തുനിന്ന് തുടക്കത്തിലൊക്കെ നല്ല ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൊയിലാണ്ടി ബൈപ്പാസ് പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ് ആയിരിക്കുകയാണെങ്കിൽ കൊയിലാണ്ടിയിൽ ടൗണിന്റെ ഭാഗത്തൊക്കെ ഉള്ള ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കായിരുന്നു. പക്ഷെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് പറയാം. അധിക ഭാഗങ്ങളിലും ഇനിയും ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട്. കുറച്ച് ഭാഗങ്ങൾ അണ്ടർപാസുകളൊക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അവിടുന്ന് കുറെ മുൻവശത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ക്രാഷ് ബാരിയറുകളൊക്കെ കൂട്ടിയിട്ട്, ഞാൻ വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചൊന്ന് കാണിക്കുകയാണ്. ഇത് ഞാൻ വിശദമായിട്ട് ഇറങ്ങി കാണിക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. വൈകുന്നേരം ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ട് പോകുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് ഇവിടെയൊക്കെ നേരത്തെ തന്നെ വർക്ക് കഴിഞ്ഞൊരു ഭാഗമാണ്. ഇവിടെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഫ്രിക്ഷൻ സ്ലാബ് സ്റ്റോക്ക് ചെയ്യുക, മെറ്റൽ സ്റ്റോക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാണ്. പക്ഷേ എന്നാലും ഇനി ഇവിടെയൊക്കെ ഒരുപാട് വർക്കുകൾ വരാനുണ്ട്. സോയിൽ ലൈനിങ്ങിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാതെ കിടക്കുക, അതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ ഭാഗത്തേക്കൊന്നും അധികം ആളുകളൊന്നും വരാത്തൊരു പോലെയാണ് കാണുന്നത്. വാഹനങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഇതുവഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. കൊയിലാണ്ടി ടൗണിൽ ഭയങ്കരമായ ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അറിയുന്ന ആളുകളൊക്കെ ഇതുവഴി കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗത്തൊക്കെ നന്ദി ഭാഗത്തുനിന്ന് കഴിഞ്ഞ് നമ്മുടെ ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്കൊക്കെ എത്തുന്ന ഭാഗത്തൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സെൻറ്റർ ഭാഗത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. സെൻറ്റർ ഭാഗത്ത് വരുന്ന ഭാഗത്തൊക്കെ പല ഭാഗത്തും വർക്കുകൾ ഒന്നും ആയിട്ടില്ല. കുറേ ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കുകളാണ്. റോഡിന്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഡ്രൈനേജുകളുണ്ട്, അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതുപോലെ ഫിക്ഷൻ സ്ലാബുകൾ കൊണ്ടുപോയി വാൾ കെട്ടി ഉയർത്തി മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ്. അതുകൊണ്ടാണ് ഇവിടെ വർക്കുകൾ ഇങ്ങനെ ഡിലേ ആണ്. കണ്ടില്ലേ, ഈ ചുമന്ന മണ്ണാണ് ഈ ഭാഗത്തൊക്കെ. ഇപ്പോൾ മണ്ണിടിച്ച് എടുത്തതാണ് ആ ഭാഗങ്ങളിലൊക്കെ. കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ കുറെ ആളുകൾ വൈകുന്നേരങ്ങളിൽ നടക്കാൻ ഇറങ്ങുക, അതുപോലെ കുട്ടികളൊക്കെ കളിക്കുക, അങ്ങനെയൊക്കെയാണ്. എന്നാലും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ചില സമയത്ത് വലിയ ലോറികളൊക്കെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അറിയുന്ന ആളുകളായിരിക്കാം. അതുതന്നെ പിന്നെ റീൽസ് ചിത്രീകരണം, അതിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഇപ്പോൾ ഇത്. കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് വലിയ വർക്ക് വരാനുള്ളത്. ഈ ഭാഗത്തേനെ ഒരു മല വരുന്നുണ്ട്. ആ മലയുടെ സെൻറ്റർ ഭാഗത്തൂടെയാണ്, മല എന്ന് പറയാൻ ഒരു ചെറിയ കുന്ന്, അതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെയാണ് നിങ്ങൾക്കറിയാം കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ ഇതാ നമ്മൾ അങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകളാണ് ഇനി വരാനുള്ളത്. മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില ഭാഗത്ത് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ചില ഭാഗത്ത് നേരത്തെ തന്നെ സോയിൽ ലൈനിങ് ചെയ്തതുകൊണ്ട് ചെയ്യാത്ത ഭാഗങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ ഒരു സ്റ്റെപ്പായിട്ടാണ് മണ്ണെടുത്ത് വീണ്ടും അതിന്റെ ഹൈറ്റ് കുറച്ചു കൊണ്ടുവരികയാണ്. ഹൈറ്റ് കുറച്ച് കൊണ്ടുവരുമ്പോൾ മണ്ണിന്റെ ആവശ്യങ്ങളും നടക്കും. മണ്ണിടിച്ചിലിന് കുറച്ച് നല്ലതായിരിക്കും ഹൈറ്റ് കുറയുന്നത്. അങ്ങനെയുള്ള ഒരു ഐഡിയപരമായിട്ടുള്ള ഒരു നീക്കങ്ങളാണ് ഇവിടെ. പക്ഷെ ബൈക്കൊക്കെ പോകുന്നുണ്ട്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ചാടിയാണ് കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള
കൊയിലാണ്ടി ടൗണിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിലായിരിക്കും കൂടുതൽ യാത്ര ചെയ്യാൻ നല്ലത്. കൊയിലാണ്ടി ടൗണിലും ഇതുപോലൊക്കെ ആയിരുന്നു. ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ ഒരു ടാറിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാലും ടാറിംഗ് നടന്നിട്ടും അത്രയൊരു ഇത് പറയാൻ പറ്റില്ല. പുതിയതായിട്ട് വീണ്ടും ടാറിംഗ് നടന്നൊരു ഭാഗമാണ്. അവിടെ ഇപ്പോഴും പഴയ പോലെ തന്നെ തോന്നുന്നുണ്ട്. വർക്കിന്റെ മോശം എന്നാണെങ്കിൽ പറയാം. അവിടെയുള്ള ആളുകളൊക്കെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു രണ്ടാമത് റീവർക്ക് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടും അതൊരു വേണ്ടത്ര ഒരു രീതിയിലേക്ക് ആയിട്ടില്ല. ഇവിടെയാണ് വലിയ രീതിയിൽ വർക്കൊക്കെ നടക്കാനുള്ളത്. ഇനി ഇവിടെ വാള് കെട്ടി മണ്ണ് ഉയർത്തി കൊണ്ടുവരേണ്ട ഒരു ഭാഗമാണ്. സർവീസ് റോഡിന്റെ ഭാഗം കുറച്ച് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തുകൊണ്ട് ആളുകൾക്ക് അതുവഴി അങ്ങോട്ട് കടന്നു പോകാൻ പറ്റും. അപ്പൊ നമ്മൾ മല കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഇനി ഇതാ മണ്ണിട്ട് ഉയർത്താനുണ്ട്. എങ്ങനായാലും ഇതുവഴിയുള്ള യാത്രകൾ ഈ അടുത്തൊന്നും നടക്കും തോന്നുന്നില്ല. കൊയിലാണ്ടി ബൈപ്പാസ് ഇനിയും വൈകും എന്നാണ് തോന്നുന്നത്. മുന്നോട്ട് വരുമ്പോൾ കാണാം ഈ ഭാഗത്ത് സർവീസ് റോഡ് ആണോ അല്ല, സർവീസ് റോഡ് അല്ല എന്നുകൊണ്ട് ഇവിടെ ഡ്രൈനേജ് ആണ് വരുന്നത്. ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ഭാഗത്തൊക്കെ ഇവിടെ കരിങ്കല്ല്, കറുത്ത കല്ലുണ്ട്. ആ കല്ലൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കാനുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട്. സെൻട്രലിൽ ഇവർ ആദ്യം തന്നെ ടാറിങ് കുറച്ച് ഭാഗങ്ങളിലൊക്കെ കിട്ടിയവിടത്തൊക്കെ ടാറിങ് കഴിച്ചിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ ഒരു ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തതാണ്. ഇനി പിന്നീട് കാണിക്കാൻ സമയം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസ് എന്താണ് അതിന് ഒക്കെ കുറേ പേര് കമന്റിലൂടെ ചോദിക്കാറുണ്ട്. പ്രവാസി സുഹൃത്തുക്കളാണ് കൂടുതൽ ചോദിക്കാറ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കമന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഒരുപാട് ആളുകൾ നമ്മുടെ നാടിന്റെ മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഓരോ ദിവസം പുതിയ അപ്ഡേറ്റുകൾ വരുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്ദി ഭാഗത്ത് തുടങ്ങി ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് എത്തുന്ന ഭാഗത്താണ് കുറച്ച് നല്ല രീതിയിൽ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് ക്രാഷ് ബാരിയറിന് പെയിന്റ് അടിച്ചിട്ടുണ്ട് ചില ഭാഗത്ത്. എന്നാലും ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ല, ഈ ഭാഗത്തൊക്കെ ഇനി ക്രാഷ് ബാരിയറിന് ഇതുപോലെ വാളിന് ഇവിടെ ക്രാഷ് ബാരിയർ ചെയ്തിട്ടില്ല. മുകൾ വശത്ത് ചില ഭാഗത്തൊക്കെ ഇനി വർക്കുകൾ ചെയ്യാനുണ്ട്, പെയിന്റിങ് അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരം ആയതുകൊണ്ടാണ് ചെറിയൊരു ക്ലാരിറ്റി കുറവ്. ഇങ്ങോട്ട് വരുന്ന ഭാഗത്തൊക്കെ ഇനിയും ഇതാ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ ഇനി ലൈൻ മാർക്കിങ് ചെയ്യാനുണ്ട്. അതുകൂടാതെ പിന്നെ ലൈറ്റിന്റെ കാലുകൾ കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ചെങ്ങോട്ടുകാവ് വരുന്ന ഒരു ഓവർപാസ് ഉണ്ട്, അണ്ടർപാസിന്റെ ഭാഗം വരെയാണ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അണ്ടർപാസിന്റെ താഴ്വശത്തൂടെയാണ് ഇപ്പോൾ കൊയിലാണ്ടി ടൗണിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ചില ആളുകൾ അറിയുന്നവരാണ് ഈ ഭാഗത്ത് ഒരു ചെറിയ ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സിറ്റിലൂടെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിപ്പോ ചെങ്ങോട്ടുകാവ് എത്തിയിട്ടുണ്ട്. ചെങ്ങോട്ടുകാവ് അണ്ടർപാസിന്റെ താഴ്വശത്തുള്ള ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം സൈഡിലൊന്നും ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല. അതിനു വേണ്ടിയുള്ള കമ്പികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഫുട്പാത്തിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഈ കൊയിലാണ്ടി ബൈപ്പാസ് ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചകൾ കാണിക്കാന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.